കഴിഞ്ഞ വീഡിയോയിൽ C3 സൈക്കിൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് കണ്ടു. അപ്പൊ നോർമൽ ആയിട്ട് C3 സൈക്കിളിൽ എങ്ങനെയാണ് ഗ്ലൂക്കോസിന്റെ സിന്തസിസ് നടക്കുന്നതെന്നൊക്കെ നമ്മൾ കണ്ടു. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ റുബിസ്കോ എന്ന് പറയുന്ന ഒരു എൻസൈം ഇല്ല, റുബിസ്കോ നമുക്ക് അതിനെ നമ്മൾ വിളിക്കുന്നത് റുബിലോസ് ബൈഫോസ്ഫേറ്റ് കാർബോക്സിലേസ് ഓക്സിജനേസ് എന്നാണ്. അതായത് RUBP യെ ഒരേ സമയം കാർബോക്സിലേസ് ചെയ്യാനും ഓക്സിജനേസ് ചെയ്യാനും അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡിനെ ആഡ് ചെയ്യാനും ഓക്സിജനെ ആഡ് ചെയ്യാനും സഹായിക്കുന്നത് ഈ സെയിം എൻസൈമാണ്. അപ്പൊ ഗ്ലൂക്കോസ് സിന്തസിസിൽ കാർബൺ ഡൈ ഓക്സൈഡിനെ ഫിക്സ് ചെയ്യണം, മനസ്സിലായില്ലേ? പക്ഷെ ഈ റുബിസ്കോ ചില സാഹചര്യങ്ങളിൽ ഓക്സിജനേസ് ആയിട്ട് പ്രവർത്തിക്കുന്നു. ആ സാഹചര്യങ്ങൾ എന്തൊക്കെയാണ്? അറ്റ് ഹൈ ടെമ്പറേച്ചർ, ഹൈ കോൺസെൻട്രേഷൻ ഓഫ് ഓക്സിജൻ. ഈ കണ്ടീഷനിൽ റുബിസ്കോ ഓക്സിജനേസ് ആയിട്ട് പ്രവർത്തിക്കുന്നു, കാർബോക്സിലേസ് പകരം ഓക്സിജനേസ് ആയിട്ട് പ്രവർത്തിക്കുന്നു. അപ്പോ ഒന്ന് ആലോചിച്ച് നോക്കൂ, RUBP combines with an oxygen molecule in the presence of റുബിസ്കോ. അപ്പൊ ഇത് സംഭവിക്കാൻ പാടില്ല, കാരണം ഇത് ജസ്റ്റ് ഓപ്പോസിറ്റ് ടു ഫോട്ടോസിന്തസിസ് ആണ്. ഫോട്ടോസിന്തസിസിൽ ഗ്ലൂക്കോസിനെ സിന്തസൈസ് ചെയ്യുന്നതിന് പകരം ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ട് ഓക്സിജനെ സ്വീകരിക്കുന്നു RUBP, ഓക്സിജനേഷൻ. അപ്പൊ അതിന്റെ തുടർച്ചയായിട്ട് അവസാനം കാർബൺ ഡൈ ഓക്സൈഡിനെ എലിമിനേറ്റ് ചെയ്യുന്നു. അപ്പൊ ഇത് ഇങ്ങനെ ഈ പ്രോസസ്സ് നടന്നാൽ ഈ ഓക്സിജനെ സ്വീകരിച്ച് കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തു വിടുന്ന പോലെ ഈ പ്രോസസ്സ് ഇങ്ങനെ നടന്നാൽ ഒരിക്കലും ഗ്ലൂക്കോസ് സിന്തസിസ് നടക്കില്ല. അപ്പൊ അതുകൊണ്ട് ഈ പ്രത്യേകം ഈ റുബിസ്കോ ഓക്സിജനേസ് ആയിട്ട് മാറുന്ന പ്രോബ്ലം ഉള്ള പ്ലാന്റ്സ് പ്രത്യേക അഡാപ്റ്റേഷൻസ് ഒക്കെ കാണിക്കുമ്പോൾ നമുക്ക് തുടർന്നുള്ള വീഡിയോസിൽ പഠിക്കാം. അപ്പൊ എന്താണ് ഈ ഫോട്ടോ റെസ്പിറേഷൻ എന്നാണ് നമ്മൾ ഈ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത്. ഫോട്ടോ റെസ്പിറേഷൻ എന്ന് പറയുന്നത് ഇതാണ്. RUBP കാർബൺ ഡൈ ഓക്സൈഡുമായി കമ്പൈൻ ചെയ്തിട്ട് ഗ്ലൂക്കോസ് ഉണ്ടാകുന്നതിന്റെ ഫലമായിട്ട് ഓക്സിജൻ പുറത്തുവിടുന്നതിന് പകരം ഓക്സിജനുമായി കമ്പൈൻ ചെയ്തിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തുവിടുന്ന ഈ പ്രോസസ്സിനെയാണ് ഫോട്ടോ റെസ്പിറേഷൻ എന്ന് പറയുന്നത്. ഈ റെസ്പിറേഷൻ എന്ന് പറഞ്ഞ പ്രോസസ് നമുക്കറിയാലോ. അതുപോലെ തന്നെ ഇവിടെയും റെസ്പിറേഷൻ എന്ന് പറയാം ഇൻ ദ പ്രസൻസ് ഓഫ് ലൈറ്റ്. അതുകൊണ്ട് ഇതിനെ ഫോട്ടോ റെസ്പിറേഷൻ എന്നാണ് വിളിക്കുന്നത്. റുബിസ്കോ ഓക്സിജനേസ് ആയിട്ടും കാർബോക്സിലേസ് ആയിട്ടും ഓക്സിജനേസ് ആയിട്ടും ആക്ട് ചെയ്യുന്നതിന്റെ മൂലമാണ് ഇങ്ങനെ ഒരു പ്രോസസ് ഇവിടെ നടക്കുന്നത്. ഇവിടെ RUBP ഓക്സിജനുമായി കമ്പൈൻ ചെയ്യുന്ന റിയാക്ഷന്റെയും എൻസൈം എന്ന് പറയുന്നത് റുബിസ്കോ ആണ്. ബിക്കോസ് റുബിസ്കോ ക്യാൻ ആക്ട് ആസ് കാർബോക്സിലേസ് ആൻഡ് ഓക്സിജനേസ്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് നേരിട്ട് ഈ സ്റ്റെപ്പുകൾ, അതായത് ഈ ഫോട്ടോ റെസ്പിറേഷന്റെ വിവിധ സ്റ്റെപ്പുകളിലോട്ട് പോവാം. അപ്പോൾ നമുക്ക് ഇനി ഫോട്ടോ റെസ്പിറേഷന്റെ സ്റ്റെപ്സിനെയൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പരിശോധിക്കാം. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും 3 ഡിഫറെന്റ് ഓർഗനൽസിൽ വെച്ചാണ് ഫോട്ടോ റെസ്പിറേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് കംപ്ലീറ്റ് ആകുന്നത്. മനസ്സിലായോ? ഈ നോർമൽ കേസ്, സാധാരണ കേസിലാണെങ്കിൽ RUBP കാർബൺ ഡൈ ഓക്സൈഡുമായി കമ്പൈൻ ചെയ്ത് എന്തായി മാറുന്നു? ഫോസ്ഫോഗ്ലിസറിക് ആസിഡ് ആയിട്ട് മാറുന്നു, 3 കാർബൺ കോമ്പൗണ്ട്. പക്ഷെ ഇവിടെ അൺഫോർച്ചുനേറ്റ്ലി അത് സംഭവിക്കുന്നില്ല. ഇവിടെ റുബിസ്കോ എന്ന് പറയുന്ന എൻസൈമിന്റെ പ്രസൻസിലാണ് ഈ പ്രോസസ് സംഭവിക്കുന്നത്. പക്ഷെ ഇവിടെ റുബിസ്കോ എന്ന് പറയുന്നത് കാർബോക്സിലേസ് ഇൻ നേച്ചർ ആണ്, കാർബോക്സിലേസ്. ബട്ട് ഇവിടെ RUBP, ലെറ്റ്സ് സീ, ഇവിടെ RUBP ഓക്സിജനുമായി കമ്പൈൻ ചെയ്യുന്നു ഇൻ ദ പ്രസൻസ് ഓഫ് ദി എൻസൈം റുബിസ്കോ. പക്ഷെ ഇവിടെ റുബിസ്കോ എന്ന് പറഞ്ഞാൽ ഓക്സിജനേസ് ആണ്. റുബിസ്കോ ഈസ് ഓക്സിജനേസ് ഇൻ നേച്ചർ ഹിയർ. എന്നിട്ട് ഈ RUBP ഓക്സിജനുമായി കമ്പൈൻ ചെയ്തിട്ട് അതിനുശേഷം ഫോസ്ഫോഗ്ലൈക്കോലേറ്റ് ആയിട്ട് മാറുന്നു. ഫോസ്ഫോഗ്ലൈക്കോലേറ്റ് ആയിട്ട് മാറുന്നു, which is a 2-carbon compound. Phosphoglycolate is a 2-carbon compound, and this phosphoglycolate later converts to glycolate by a process called dephosphorylation.
And this glycolate is a stable 2-carbon compound. ഇവിടെ ഗ്ലൈക്കോലേറ്റ് എന്ന് പറഞ്ഞ ഒരു 2-carbon compound ഫസ്റ്റ് ഫോം ചെയ്യുന്നത് കൊണ്ട് this photorespiration is also known as C2 pathway. C2 pathway. So ഇവിടെ glycolate form ചെയ്തു, which is a 2-carbon compound, and later this glycolate enters to the peroxisome. Glycolate peroxisome എത്തുന്നു, and this glycolate will converts glycolate enters the peroxisome, glycolate, and then it converts to glycolate then converts to glycoxylate with an oxygen molecule. So glycolate will convert to glycoxylate, and then this glycoxylate will convert to glycine through a process called transamination or addition of an amino group. Transamination, glycine. The glycine ഉണ്ടാകുന്നു, then this glycine will enters to the mitochondrion. Glycine. ഓക്കെ, അപ്പം ഇത്രയും സ്റ്റെപ്സ് ആണ് ആദ്യമായിട്ട് ഓർക്കേണ്ടത് ഗ്ലൈസിൻ ഉണ്ടാകുന്നവരുള്ള സ്റ്റെപ്പ്. Then this glycine undergoes oxidation. In which an NADH gets converts to NAD plus get converts to NADH, and it splits into NH3 plus serine and a carbon dioxide, CO2. Carbon dioxide. See, ഇവിടെ ഒരു ഓക്സിജൻ സ്വീകരിക്കുന്നു, ഇവിടെ ഒരു കാർബൺ ഡൈ ഓക്സൈഡിനെ റിലീസ് ചെയ്യുന്നു. This process is known as photorespiration. Plants will absorb oxygen, or the RUBP acts with an oxygen instead of carbon dioxide, and at last the carbon dioxide release instead of oxygen. Okay, ഈ പ്രോസസ്സിനെയാണ് photorespiration എന്ന് പറയുന്നത്. And the serine formed here will enters to the peroxisome. Serine will enters to the peroxisome, and then the serine converts to hydropyruvate or hydropyruvic acid by releasing an amino group, NH2 group. ആ NH2 ആണ് ഇവിടെ ഗ്ലൈസിൻ സ്വീകരിക്കുന്നത്. സോ ഇതൊരു ഈ ട്രാൻസമിനേഷൻ എന്ന് പറയുക അല്ലെങ്കിൽ അമിനോ ഗ്രൂപ്പിനെ റിലീസ് ചെയ്യുന്നതും ആഡ് ചെയ്യുന്നതും ഇങ്ങനെ സൈക്ലിക് ആയിട്ട് നടന്നുകൊണ്ടിരിക്കും. And this hydropyruvate then undergoes reduction. So ഇവിടെ ഒരു NADH NAD plus ആയിട്ട് മാറും, റിഡക്ഷൻ സംഭവിക്കും. Okay, NADH converts to NAD plus, and hydropyruvate will converts to glyceric acid or glycerate, and in this glycerate or glyceric acid will enters the chloroplast. Glycerate enters to the chloroplast, glyceric acid, and then this glyceric acid undergoes a phosphorylation, and it forms ഇവിടെ ഫോസ്ഫോറിലേഷന് വേണ്ടി ഒരു ATP മോളിക്യൂൾ ADP ആയിട്ട് മാറുന്നു. ഗ്ലിസറിക് ആസിഡ് ആണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ഗ്ലിസറിക് ആസിഡ് ഫോസ്ഫോഗ്ലിസറിക് ആസിഡ് ആയിട്ട് മാറുന്നു. ഫോസ്ഫോഗ്ലിസറിക് ആസിഡ് നമ്മുടെ C3 സൈക്കിളിൽ ഉണ്ടാകുന്ന, എന്നിട്ട് ആ ഫോസ്ഫോഗ്ലിസറിക് ആസിഡ് നേരെ C3 സൈക്കിളിലോട്ട് എൻ്റർ ചെയ്യുന്നു, enters to the C3 cycle,
ആൻഡ് ദെൻ ഈ C3 സൈക്കിളിൽ നിന്നും റീജനറേഷൻ ഓഫ് RUBP വീണ്ടും ഫോം ചെയ്യുന്നു, RUBP, and this RUBP then again comes here to accept an oxygen. ഈ എൻറ്റയർ സ്റ്റെപ്പിലാണ് നമ്മുടെ ഫോട്ടോ റെസ്പിറേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത്. സോ ലെറ്റ്സ് സീ ഫസ്റ്റ് RUBP കമ്പൈൻസ് വിത്ത് ഓക്സിജൻ. സോ ഇവിടെ റുബിസ്കോ എന്ന് പറയുന്നത് ഓക്സിജനൈസ് ഇൻ നേച്ചർ ആണ്. കാർബൺ ഡൈ ഓക്സൈഡിനെ അക്സെപ്റ്റ് ചെയ്യുന്നതിന് വരെ റുബിസ്കോ എന്ത് ചെയ്യുന്നു, ഓക്സിജനെ കമ്പൈൻ ചെയ്യിക്കുന്നു RUBP ആയിട്ട്. ആൻഡ് ദെൻ ഇറ്റ് ഫോം phosphoglycolate and then it undergoes dephosphorylation, ഒരു inorganic phosphate നെ റിലീസ് ചെയ്യുന്നു, and it forms glycolate which is a 2-carbon compound, therefore it is also named as C2 pathway. And this glycolate later enters the peroxisome and there glycolate converts to glycosylate, and then this glycosylate undergoes a process called transamination and it forms a glycine by the addition of NH2 group. And this glycine then enters to the mitochondrion. It undergoes oxidation there, and NAD plus will converts to NADH. Yes, NAD plus converts to NADH. Then this glycine forms NH3 plus serine, and then it releases a carbon dioxide. So the process of uptake of oxygen and release of carbon dioxide is called photorespiration. Okay. And here serine will re-enter to the peroxisome, and the serine release an NH2 group and forms an hydropyruvate ആയിട്ട് മാറുന്നു, NH2 release ചെയ്ത്. And then hydropyruvate undergoes reduction and form glyceric acid. Then glyceric acid will enter the chloroplast again, and this glyceric acid undergoes phosphorylation. At that time an ATP molecule will convert to ADP. Then glyceric acid will become phosphoglyceric acid. നമുക്കറിയാം ഫോസ്ഫോഗ്ലിസറിക് ആസിഡ് എവിടുത്തെ പ്രൊഡക്റ്റ് ആണെന്ന്, C3 പാത്വേയിലെ പ്രൊഡക്റ്റ് ആണ്. ആൻഡ് ദെൻ ദിസ് ഫോസ്ഫോഗ്ലിസറിക് ആസിഡ് അഗൈൻ എൻറ്റേഴ്സ് ടു ദി C3 പാത്വേ. ദെൻ C3 പാത്വേയിൽ ഫോസ്ഫോഗ്ലിസറിക് ആസിഡ് റീജനറേഷൻ ഓഫ് RUBP വഴി RUBP ഫോം ചെയ്യുന്നു, ആൻഡ് ദെൻ ദിസ് RUBP അഗൈൻ കംസ് ടു ദിസ് സ്റ്റേജ്. ഓക്കെ, ഈ എൻറ്റയർ സ്റ്റെപ്പിനെയാണ് ഫോട്ടോ റെസ്പിറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് റുബിസ്കോ എന്ന് പറയുന്ന എൻസൈമിന്റെ രണ്ട് കാർബോക്സിലേസ് ആയിട്ടും ഓക്സിജനേസ് ആയിട്ടും ആക്ട് ചെയ്യാനുള്ള പ്രോപ്പർട്ടി മൂലമാണ് ഇതുള്ളത്. അപ്പൊ ഇത് ഈ ഫോട്ടോ റെസ്പിറേഷൻ നടക്കുന്ന പ്ലാന്റ്സിൽ കുറച്ച് അഡാപ്റ്റേഷൻസ് ഒക്കെ ഉണ്ട്. അതായത് പ്രധാനമായിട്ടും മെയ്സ്, റൈസ്, അതുപോലെ ബാർലി ഇങ്ങനെയുള്ള പ്ലാന്റ്സിൽ, ടെമ്പറേറ്റ് സോൺസിൽ കാണുന്ന പ്ലാന്റ്സിനാണ് ഈ പ്രോസസ് ഒക്കെ ഫോട്ടോ റെസ്പിറേഷനെ കൊണ്ടുള്ള പ്രശ്നങ്ങൾ ഉള്ളത്. പ്രശ്നം എന്ന് പറഞ്ഞാൽ ഫോട്ടോ റെസ്പിറേഷൻ നടക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിനെ ഫിക്സ് ചെയ്ത് ഗ്ലൂക്കോസ് ഉണ്ടാകുന്നതിന് പകരം കാർബൺ ഡൈ ഓക്സൈഡിനെ ഫിക്സ് ചെയ്യേണ്ട കാർബൺ ഡൈ ഓക്സൈഡിനെ റിലീസ് ചെയ്യുന്നു. അതൊരു പ്രോബ്ലം തന്നെയാണ്. അപ്പൊ ഇതിനെ ഓവർകം ചെയ്യാനായിട്ട് അവർക്ക് കുറച്ച് അഡാപ്റ്റേഷൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ അവർ നമ്മൾ C4 പ്ലാന്റ്സ് എന്ന പ്രത്യേക കാറ്റഗറി പെടുത്തുന്നു. സോ അവർക്ക് ഒരു C4 പാത്വേ ഉണ്ട്. അതിനെ കുറിച്ച് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ പരിശോധിക്കാം.